ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതിയും കൂടി മുറിയിലിരുന്ന് സംസാരിക്കുന്നതാണ്. ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിധത്തിൽ അമ്മയുടെ ദേഷ്യമൊക്കെ മാറി. ഞാൻ ഓർത്തു അമ്മയുടെ ദേഷ്യം മാറില്ല എന്ന്. ഇന്ന് നീ കറക്റ്റായിട്ടാണ് ശ്രുതി അമ്മയോട് പെരുമാറിയത്. അന്നും ഇതുപോലെ പെരുമാറിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ. ശ്രുതി ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട്. മതി ശ്രുതി, ഒന്ന് നിർത്ത്, എൻ്റെ അടുത്തൊന്ന് പൊയ്ക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനതിനിപ്പോൾ എന്ത് പറഞ്ഞു ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട്? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തതുമില്ല. അന്നും ഇത് തന്നെയായിരുന്നില്ലേ നടന്നത്? എന്നെ തല്ലിയപ്പോഴോ എന്നെ ചീത്ത പറഞ്ഞപ്പോഴോ ശ്രുതി ഒന്നും മിണ്ടിയില്ല, ചെയ്തുമില്ല. അവിടെ ബൊമ്മനെ പോലെ നോക്കി നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചീത്ത പറയുവാണ്. അപ്പോൾ ശ്രുതി ഇതിന് ന്യായീകരണമായിട്ട് പറയുന്നത്, അമ്മയുടെ ദേഷ്യം ഇനിയും കൂട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മിണ്ടാതെ നിന്നതെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഹോ, ഞാനിപ്പോൾ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചപ്പോഴും അമ്മ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നില്ലേ? അപ്പോഴും ശ്രുതി ഒന്നും മിണ്ടിയില്ല. അതുപോലെ തന്നെ അച്ഛനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കാൻ പോവാണെന്ന് സച്ചി പറഞ്ഞു. അതും കേട്ട് ശ്രുതി മരം പോലെ നിൽക്കുമായിരുന്നു. എന്താ ശ്രുതി ഇതൊക്കെ? ശ്രുതിക്കൊരു മാറ്റവും ഇല്ലല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സംസാരിക്കുക പോലും ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് ഫീലായി ശ്രുതി. അത് മാത്രമല്ല, നീയും എന്നെപ്പറ്റി കുറച്ചല്ലേ സംസാരിച്ചത്? നീ കാരണമാണ് ഞാൻ മുതലാളി ആയതെന്നൊക്കെ പറഞ്ഞില്ലേ? അമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സത്യമല്ലേ ശ്രുതി അതൊക്കെ? ഞാൻ ഇല്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിന്റെ അമ്മ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ എന്നൊക്കെ ശ്രുതി വീണ്ടും ആവർത്തിക്കുവാണ്. ശ്രുതിയെ പഠിപ്പിച്ചതൊക്കെ അച്ഛനാ, അല്ലാതെ അമ്മയല്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഞാൻ ഈ ചെയ്തതൊക്കെ ശ്രുതിക്ക് വേണ്ടിയിട്ടാ, ശ്രുതിയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാ. അത് ശ്രുതിക്കൊന്നും തോന്നിയില്ല. ഞാൻ കാരണമാണ് ശ്രുതി ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നി. അല്ലേ ശ്രുതി? എന്തൊരു മനസ്സാ ശ്രുതിയുടെ. ആ പൈസക്ക് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും മേടിച്ചിട്ടില്ല, എല്ലാം ശ്രുതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത്. എന്നെ തന്നെ ആ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇമോഷണൽ ആവുകയാണ്. അമ്മയുടെ വാക്കും കേട്ട് എന്നോട് മിണ്ടാതെ നടന്നു. അതുപോലെ തന്നെ വീട്ടിൽ വരാതെ ഷോറൂമിൽ തന്നെ നിന്നു. ശ്രുതി എന്താ ഇങ്ങനെ? ഇപ്പം കൂടി ഒരു സോറി പോലും എന്നോട് ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അപ്പോഴും പറയുന്നുണ്ട്, ഞാനതിനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ സോറി ചോദിക്കാമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. ശ്രുതിക്ക് തെറ്റ് ചെയ്തതായിട്ട് ശ്രുതിക്ക് ഒരിക്കലും തോന്നില്ല. ശ്രുതിയുടെ മനസ്സ് അങ്ങനെയാണ്. ഞാൻ ശ്രുതി ആ കടയുടെ ഓണറാക്കി, പക്ഷെ ഇപ്പം കണ്ടില്ലേ, സച്ചി ശ്രുതിയെ അവിടുത്തെ ഒരു ജോലിക്കാരനാക്കി. അത് മാത്രമല്ല, ആ രേവതി ഇതൊക്കെ കണ്ട് കൈ കൊട്ടി ചിരിക്കുമായിരുന്നു. ശ്രുതി അതൊക്കെ കണ്ടതല്ലേ? കുറച്ച് കഴിഞ്ഞാൽ ആ സച്ചി നിന്നെ ആ ഷോറൂമിന് തന്നെ പുറത്താക്കും. ഞാനില്ലെങ്കിൽ നിന്റെ ഗതി ഇതാണ് ശ്രുതി. ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് ശ്രുതിക്ക് ഇവിടെ ഇത്രയും സ്ഥലവും വിലയും അഭിമാനവും ഒക്കെ ഉള്ളതെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇനി എന്നോടൊന്നും മിണ്ടാൻ നിൽക്കണ്ട, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ദേഷ്യപ്പെടുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയോട് സംസാരിക്കുന്നതാണ്. തൻ്റെ തീരുമാനം ശരിയായിരുന്നോ എന്നൊക്കെ രേവതിയോട് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കറക്റ്റായിട്ടാണ് സച്ചിയേട്ടൻ തീരുമാനം എടുത്തത്. നമ്മുടെ അച്ഛൻ തന്നെയല്ലേ ആ കടയുടെ ഓണർ ആവേണ്ടത്. തീരുമാനം കറക്റ്റായിരുന്നു. ഞാൻ പണ്ടേ പറയാറില്ലേ, സച്ചിയേട്ടൻ വക്കീലായിരുന്നെങ്കിൽ പൊളിക്കുമായിരുന്നു എന്ന്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി തീരുമാനം അറിയിക്കുന്നത് വക്കീലല്ല ജഡ്ജിയാണെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, വക്കീലായി കഴിഞ്ഞാലേ ജഡ്ജി ആവാൻ പറ്റുള്ളൂ. സച്ചിയേട്ടൻ്റെ തീരുമാനം കറക്റ്റായിരുന്നു. ഇതാ രേവതി പറയുന്നത്, എന്തെങ്കിലും കള്ളത്തരം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴായാലും പുറത്തു വരും, സത്യമേ ജയിക്കുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറില്ലേ. ഇനിയും എന്തൊക്കെ കള്ളത്തരങ്ങൾ ശ്രുതി കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവോ അതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അമ്മയുടെ കയ്യിൽ നിന്ന് ഇനിയും ഒരുപാട് അടികൾ അവൾക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇനി എന്ത് കള്ളത്തരങ്ങൾ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ശ്രുതിയെ കണ്ടാലറിയാം, അവൾ ഒരുപാട് രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ട്, അതെല്ലാം ഇനി പുറത്ത് വരും രേവതി, എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ അത്രയും ഉറപ്പ്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു കള്ളത്തരം കാണിച്ച് അത് പിടിച്ചു കഴിഞ്ഞാൽ ആ പേടി നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ പേടി കാരണം നമ്മുടെ ബാക്കി കള്ളത്തരങ്ങളെല്ലാം താനെ പുറത്തോട്ട് വന്നോളും. ഇപ്പോൾ ഒരു കള്ളത്തരം പിടിച്ചില്ലേ, അതുപോലെ ഇനി ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് വന്നോളും. അത് കഴിഞ്ഞ് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഇനിയും ശ്രുതി പാലറേട്ടത്തേക്ക് അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ സച്ചി പറയുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെയും മുറിയിലോട്ട് ചന്ദ്ര വരുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വീട്ടിൽ നടക്കുന്നതൊക്കെ നിങ്ങളും കണ്ടതല്ലേ, ഇതിനെല്ലാം കാരണം ആ പൈസയാ. നിങ്ങൾ നീലിമയുടെ കാശിനാണ് ആ ഷോറൂം തുടങ്ങിയതെന്നുള്ള കാര്യം എന്നോടെങ്കിലും പറയായിരുന്നു. മറ്റുള്ളവരറിയാതെ എങ്ങനെ ആ രഹസ്യം സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നാനായിരുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വീണ്ടും സോറിയൊക്കെ പറയുന്നുണ്ട്, ആൻറ്റി അടുത്ത് പറയരുതെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, സമയമാകുമ്പോൾ പറയാമെന്നാ
ഓർത്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് സമയം, ഒരു ചെറിയ വിഷയം കിട്ടിയാൽ തന്നെ അത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി കാണിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ അത് മറച്ചു വെക്കരുതായിരുന്നു, എന്നോടെങ്കിലും പറയണമായിരുന്നു. ശരി ശരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സച്ചി പറഞ്ഞത് കേട്ടില്ലേ, രവിയേട്ടനെയാണ് ആ കടയുടെ മുതലാളിയാക്കാൻ പോകുന്നതെന്ന്. രവിയേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി സച്ചി രവിയേട്ടനെ മുതലാളിയാക്കിയിരിക്കും. നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം എന്നൊക്കെ പറയുവാണ്. ഇതിനെല്ലാം കാരണം ആ പൈസയാ, 50 ലക്ഷം രൂപ. പെട്ടെന്നൊന്നും ആ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ആ പൈസ എങ്ങനെയെങ്കിലും കൊടുക്കണം. അത് അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുള്ളൂ. ശ്രുതി, നീ വിചാരിച്ചാൽ മാത്രമേ ആ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാ ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇപ്പം തന്നെ ഇളയച്ചനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഇളയച്ചനോട് അച്ഛനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഒരു 50 ലക്ഷം രൂപ അയച്ചു തരാൻ പറയണം. ആ പൈസ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിനി ഇവിടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. എനിക്കും നിനക്കും ഈ ശ്രുതിക്കും ഈ വീട്ടിൽ ഒരു നിലയും വിലയും അഭിമാനത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കണം ശ്രുതി. എത്രയും പെട്ടെന്ന് നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എൻ്റെ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ ചന്ദ്ര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അച്ഛനല്ലേ ജയിലിൽ, അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ പുറത്തല്ലേ ഇരിക്കുന്നത്. നീ ഇനി ഒരു കുറവുകളും ന്യായീകരണങ്ങളും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നീ എത്രയും പെട്ടെന്ന് ആ പൈസ കൊണ്ടുതരണം. ഞങ്ങളുടെ എല്ലാവരുടെയും നിലയും വിലയും ഒക്കെ നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നീ വേണം സംരക്ഷിക്കാൻ. ആ പൈസ റെഡിയാക്കണം എത്രയും വേഗം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിൽ നിന്നും പോവാണ്. ശ്രുതിക്ക് വീണ്ടും ടെൻഷൻ കയറിയിരിക്കുവാണ്. ഇനി എങ്ങനെ ഈ 50 ലക്ഷം ഒപ്പിക്കും, ഇല്ലാത്ത അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെ മേടിക്കും എന്നൊക്കെ ആലോചിച്ച് ശ്രുതി ടെൻഷൻ അടിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രവീന്ദ്ര റെഡിയാവാതെ നിൽക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്താ റെഡിയാവാതെ നിൽക്കുന്നത്, ഇന്ന് അച്ഛൻ്റെ സ്ഥാനമേക്കലാണ്, പോയി റെഡിയായിട്ടൊക്കെ വാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാടാ സച്ചി ഇത്, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ശ്രുതി ആകെ വിഷമത്തില, നീ ഇനി ഓരോന്നും ചെയ്ത് അവനെ ഒന്നുകൂടി വിഷമിപ്പിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതാണച്ചാ കറക്റ്റായിട്ടുള്ള തീരുമാനം, അച്ഛൻ ഇനി ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും നിൽക്കണ്ട, അവന് ഓരോരോ കുഴപ്പത്തിൽ ചെന്ന് ചാടുക, ഈസിയായി ഓരോരുത്തരെ അവനെ പറഞ്ഞ് പറ്റിച്ച് പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത് അച്ഛനും കണ്ടതല്ലേ. നീലിമ, വിശ്വനാഥൻ, അങ്ങനെ എന്തോരം ഫ്രോഡുകൾ അച്ഛാ, ഇനിയും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അച്ഛനെ കണക്ക് നോക്കാനൊക്കെ അറിയാലോ, അതുകൊണ്ട് അച്ഛൻ തന്നെ ഇന്ന് സ്ഥാനത്തിലോട്ട് കയറണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ആകെ വിഷമത്തില, നിനക്കെന്താ അവൻ ഇനിയും വിഷമിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ആരും വിഷമിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആളല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛ എനിക്ക് ആരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ശ്രുതിക്ക് മുതലാളിയാണെന്നുള്ള അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക, അതുകൊണ്ട് തന്നെ അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതേസമയം അച്ഛൻ അവിടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അവനെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു ബോധം വരും. അവന് കുറച്ച് ആ അഹങ്കാരം തലയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കാണുമ്പോഴേക്കും അവൻ്റെ ഇഷ്ടത്തിന് പൈസയൊക്കെ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും, പറ്റിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നഷ്ടം ആർക്കാ ശരിക്കും പറഞ്ഞാൽ, അച്ഛനല്ലേ നഷ്ടം, അച്ഛൻ്റെ പൈസക്കല്ലേ ഷോറൂം തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ തന്നെ അവിടെ നിൽക്കണോ അച്ഛൻ മുതലാളിയായിട്ട്, അതാ നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രനും അത് ശരിയായിട്ട് തോന്നുവാണേ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ ശരിയാ, കുറച്ച് നാൾ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം, കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നത് പോലെ ചെയ്യാം, നീ പോയി റെഡി ആയിട്ട് വാ, നമുക്കിപ്പോൾ തന്നെ പോവാം ഷോറൂമിലോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ പോവാണേ. പിന്നെ കാണിക്കുന്നത് ഷോറൂമിൽ ശ്രുതിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വർഷയും ശ്രീകാന്തും കൂടി വരുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ വർഷ ഇവിടെ, എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഹേ ഇല്ല, സച്ചിയേട്ടനാ ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചിയോ, അതെന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, അറിയില്ല, ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നു എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ പരസ്പരം മുഖത്തോട് നോക്കുമ്പോഴേക്കും സച്ചിയും രേവതിയും രവീന്ദ്രനും ചന്ദ്രയും എല്ലാവരും കൂടി ഷോറൂമിലോട്ട് വരുവാണ്. ഇത്രയും കൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. രവീന്ദ്രൻ്റെ സ്ഥാനമേറ്റമാണ് നാളത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ശ്രുതിയെ അവിടെ നിന്നും മാറ്റിയിട്ട് രവീന്ദ്രനെ ആ കസേരയിൽ ഇരുത്തി മുതലാളിയാക്കാൻ പോവാണ് സച്ചി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നന്ദി.